നമസ്കാരം, ഞാൻ മായയാണേ. വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. ഇന്നത്തെ നമ്മുടെ വിശേഷം പൊങ്കാലയാണ്. ഇവിടെ അമ്പലത്തിൽ പൊങ്കാലയായിരുന്നു. അപ്പോൾ ആ പൊങ്കാലയുടെ വിശേഷങ്ങളും ആ പൊങ്കാലയും നിങ്ങളെ കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കൈതക്കൽ ഭഗവതിയുടെ ഭണ്ഡാര അടുപ്പിലാണ് ആദ്യം പൊങ്കാലയ്ക്ക് തീ കത്തിച്ചത്. അവിടെ നിന്നുള്ള തീയാണ്, അഗ്നിയാണ് എല്ലാ പൊങ്കാല സ്ഥലത്തേക്കും പകർന്നു നൽകുന്നത്. ഭക്തരെല്ലാം അതീവ വ്രതത്തോടെ 9 ദിവസത്തെ വ്രതാനുഷ്ഠത്തോടെ കൂടിയാണ് പൊങ്കാല സമർപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് ആ പൊങ്കാല ഇടുന്ന സ്ഥലത്ത് നിന്നപ്പോൾ ഒരു യാഗഭൂമിയിൽ നിന്നൊരു പ്രതീതിയാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാവരും കുളിച്ച് രാവിലെ വന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് പൊങ്കാല ഇടുകയാണ്. വാളണ്ടിയേഴ്സൊക്കെ ഫുള്ളായിട്ട് ഭയങ്കര സജീവമായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും കൂടാതെ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അവർ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും വിറകിന്റെ കുറവുണ്ടെങ്കിൽ തൊട്ടടുത്ത ആളിൽ നിന്നും അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ട് ഈ പരിപാടിയുടെ ഭംഗിയായ നടത്തിപ്പിന് സഹായകരമാവുന്ന വിധത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധിക്കണം. നമ്മൾ വോളണ്ടിയേഴ്സ് അമ്മമാരുടെ ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ച് സമയത്തേക്കുള്ള ഈ പരിപാടിയിലേക്ക് ഭംഗിയായി നിർവഹിക്കുമ്പോൾ ഏതെങ്കിലും സാധനത്തിന് കുറവുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കണം. പൊൻകലത്തിലുള്ള പൊങ്കാല തിളച്ചു പൊങ്ങി. അപ്പോൾ അവസാന ഘട്ടങ്ങളിലേക്ക് കിടക്കുകയാണ്. തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഈ സംഘാടക സമിതിയിലുള്ളവർ വന്നിട്ട് എല്ലാ കലങ്ങളിലും തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ ശർക്കര അവരോട് തന്നെ കൊണ്ടുവരികയാണ്. അപ്പോൾ ശർക്കര ഇട്ടു. പിന്നെ നെയ്യാണ്. അപ്പോൾ നെയ്യ് പകർന്ന് നൽകുകയാണ് ചെയ്യുന്നത്. ഇനി ഏലക്ക പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊങ്കാല നിവേദ്യം തയ്യാറായി കഴിഞ്ഞു.
ഇനി അത് അടച്ചു വെച്ച് ഭഗവതി അത് വന്ന് സ്വീകരിക്കുന്നത് വരെ അമ്മമാർ വിശ്രമം എടുക്കാം. പൊങ്കാല സ്വീകരിക്കുന്നതിന് വേണ്ടി അമ്മ സദാ സന്നദ്ധമായിരിക്കുകയാണ്. ആ സമയത്ത് നമ്മളെല്ലാവരും തന്നെ പ്രാർത്ഥനാനിരതമായിരിക്കണം. നോക്കുക, ഒന്നുകൂടി ഈ ചടങ്ങിന്റെ ഏറ്റവും സർവാലങ്കാര വിഭൂഷിതയായി എന്താവാനുള്ള മാതാവ് സദാ സന്നദ്ധയായിരിക്കുകയാണ്. എല്ലാവരും ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടി ഇതിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കേണ്ടതാണ്. യാതൊരു ഇന്ന് ആ മഹാമായക്ക് മുന്നിൽ നമ്മുടെ നിവേദ്യം സമർപ്പിക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ ആ ഭഗവതി അത് പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് ആ തരത്തിലുമുള്ള അഭിവൃദ്ധി നൽകുവാൻ വേണ്ടി ആ അമ്മ സദാ സന്നദ്ധയായി നിൽക്കുകയാണ്. അടുത്ത വർഷം വീണ്ടും പൊങ്കാലയിടാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഓരോ വിശ്വാസികളും പൊങ്കാല നിവേദ്യവുമായി വീടുകളിലേക്ക്. എല്ലാവർക്കും ഈ പൊങ്കാലയുടെ പുണ്യം കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് താങ്ക് യു.